നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മറയൂർ മധുരം ശർക്കര വിപണിയിലേക്ക് മന്ത്രി OR കേളു വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും ടൈംസ് എന്റർടൈൻമെന്റും ചേർന്ന് സെപ്റ്റംബർ 1 തൊടുപുഴ ഉത്തര റീജൻസി കൺവെൻഷൻ സെന്ററിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നതി പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന ജ്വല്ലറി മേക്കിംഗ് പരിശീലന പരിപാടി സമാപിച്ചു. ഇടുക്കി ജില്ലാ തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 38 കിലോഗ്രാം വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി ദേവനന്ദ ബാബു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ്. വാർത്തകൾ വിശദമായി. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് A രാജ MLA അധ്യക്ഷത വഹിച്ചു. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അഭിപ്രായപ്പെട്ടു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നതിൽ രക്ഷകർത്താക്കൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. സർക്കാർ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രൊമോട്ടർമാർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും നമ്മുടെ വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ പുരോഗതി കൈവന്നോ എന്ന് ചോദിച്ചാൽ കൈവന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടികളെല്ലാം നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം. എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. ഇന്നലെ കഴിഞ്ഞ ദിവസം 28-ാം തീയതി നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ 161ാമത് ഓർമ്മ പുതുക്കിയ ദിവസമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരെ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആൾക്കാരുടെ പുരോഗതി എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് വളരെ നേരത്തെ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെല്ലാവരെയും നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് വിട്ടേ മതിയാവും. സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരഞ്ഞെടുത്ത പരമ്പരാഗത തൊഴിലുകളിലൊന്നാണ് മറയൂർ ശർക്കര നിർമ്മാണം. കാലങ്ങളായി ശർക്കര നിർമ്മാണവും കരിമ്പ് കൃഷിയും ചെയ്തു വരുന്ന മറയൂരിലെ 150ഓളം പട്ടികവർഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ച് മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്.
പരമ്പരാഗത തൊഴിൽ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി SCA TSS ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഈ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. പട്ടികവർഗ കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലെ കരിമ്പ് കൃഷിക്ക് മതിയായ വില ലഭ്യമാക്കുകയും അതോടൊപ്പം ശർക്കര നിർമ്മാണത്തിന്റെ ലാഭം പൂർണ്ണമായും പട്ടികവർഗ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാന്തല്ലൂർ പഞ്ചായത്തിലെ ദണ്ടുകൊമ്പ് കോളനിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചിലവ്. പരിപാടിയിൽ അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD ഡോക്ടർ ബിനോയ് G. കാറ്റാടിയിൽ, ITDP പ്രോജക്ട് ഓഫീസർ അനിൽകുമാർ G, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT തങ്കച്ചൻ, മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. SYS കോതമംഗലം സോൺ സ്വാതന്ത്ര്യ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള വാഹനം ആന്റണി ജോൺ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. സോൺ പ്രസിഡന്റ് നൂറുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS കോതമംഗലം സോൺ സാന്ത്വന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള വാഹനം ആന്റണി ജോൺ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. കോതമംഗലം സോൺ പരിധിയിലെ കിടപ്പ് രോഗികൾ, നിത്യരോഗികൾ, അവശരായവർ തുടങ്ങിയവർക്ക് സൗജന്യ സേവനം ലഭ്യമാക്കലാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്ന സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പാലിയേറ്റീവ് പദ്ധതിയെന്ന് സംഘാടകർ അറിയിച്ചു. കർഷകരെ അനുഭവിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിന് അവർക്കൊരു കരുതൽ പ്രത്യേകമായി കൊടുക്കുന്നതിനൊക്കെ ചെറുതു വലുതുമായ നിരവധി ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നിങ്ങളുടെ സംഘടന നടത്തുന്നുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ 8 വർഷക്കാലമായി MLA ആയി പ്രവർത്തിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പോലെ ആ പ്രവർത്തനങ്ങളെ ഏതാണ്ട് എല്ലാത്തിലും തന്നെ എനിക്കും പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വളരെ നിശബ്ദമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. ഇത് നമുക്കറിയാം, സ്വാതന്ത്ര്യ പരിചരണം എന്നുള്ളത് നമ്മളേറെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, എന്തിനേറെ നമ്മുടെ വീടുകളിൽ പോലും ഒട്ടേറെ പേർ സ്വാതന്ത്ര്യ പരിചരണം ആഗ്രഹിച്ചുകൊണ്ട് കർഷകരെ കുറിച്ച് കഴിയുന്ന ആളുകൾ. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിങ്ങളിവിടെ കൃഷ്ണപിള്ള അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ക്യാമ്പയിനായി പാലിയേറ്റീവ് രോഗികളെ സന്ദർശിക്കുകയുണ്ടായി. ഈ മുനിസിപ്പാലിറ്റിയുടെ മാതിരപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിലാണ്. ചക്രവർത്തി ഹോസ്റ്റലിന് സമീപത്ത് പഴയ സോഫിയ ഹോസ്റ്റൽ അടക്കമുള്ള മേഖലകളിലാണ്. സോൺ പ്രസിഡന്റ് നൂറുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MB നൌഷാദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ താലൂക്ക് പ്രസിഡന്റ് ഉസ്മാൻ അസ്ഹനി, കേരള മുസ്ലിം ജമാഅത്ത് കോതമംഗലം സോൺ പ്രസിഡന്റ് അബ്ദുൾ കരീം മുസ്ലിയാർ, സാന്ത്വന സമിതി ചെയർമാൻ ഷബീർ സഖാഫി, കോർഡിനേറ്റർ CM നവാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും ടൈംസ് എന്റർടൈൻമെന്റും ചേർന്ന് സെപ്റ്റംബർ 1 തൊടുപുഴ ഉത്തര റീജൻസി കൺവെൻഷൻ സെന്ററിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. വ്യാപാരികൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡ് വിതരണോദ്ഘാടനവും അദ്ദേഹം നടത്തും. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയിൽ ആദ്യമായി എക്കോളജിക്കൽ ഡൈവറായ വെഡ്മണി സ്വദേശിനി ലിയോണ ജോർജിയനെ ചടങ്ങിൽ ആദരിക്കും. ഇതോടനുബന്ധിച്ച് മലയാളി മംഗ മത്സരവും ഡിസൈനർ ഷോയും ഉണ്ടായിരിക്കുന്നതാണ്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും ടൈംസ് എന്റർടൈൻമെന്റും ചേർന്ന് ഫാമിലി മീറ്റ് 2K24 സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 വൈകിട്ട് 7 ഉത്തരം റീജൻസി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു വിശിഷ്ട അതിഥിയായിരിക്കും. അലസർ മെഡിക്കൽ കോളേജുമായി ചേർന്ന് വ്യാപാരികൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡ് വിതരണോദ്ഘാടനവും MP ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. ഇന്ത്യയിൽ ആദ്യമായി എക്കോളജിക്കൽ ഡ്രൈവറായ വെൺമണി സ്വദേശിനി ലിയോണ ജോർജിനെ ചടങ്ങിൽ ആദരിക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഫാഷൻ ഷോ ആണ്. കേരളത്തിലെ മികച്ച ഫാഷൻ രംഗത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വരുന്നുണ്ട്. ജാൻമണി എന്ന് പറഞ്ഞ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജഡ്ജായിട്ട് വരുന്നത്. അങ്ങനെ ഒരു വലിയ പ്രോഗ്രാമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. മലയാളം മംഗ കോമ്പറ്റീഷൻസ് തന്നെ നമുക്ക് അതിനകത്ത് മോഡൽസിനും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും
ഒരേപോലെ നമുക്ക് ആ വേദിയിൽ പങ്കെടുക്കാൻ വേദിയിലേക്കായിരിക്കും ഒരു റാമ്പ് ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് അതിന്റെ ക്രൗണിങ് സെക്ഷൻസ് വരുന്നത് ഒരു 6 o'clock ശേഷമായിരിക്കും. അപ്പൊ നമുക്ക് ക്രൗണിങ് സെക്ഷൻസ് നമുക്ക് മീഡിയക്കാർക്ക് ഓവറോൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. by 7 o'clock നമുക്കൊരു ഇനാഗ്രേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്യാം. ഇനാഗ്രേഷൻ സെറമണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഡിസൈനർ ഷോസും അതുപോലെ നമ്മൾ കൾച്ചർ പ്രോഗ്രാംസും ആയിട്ടാണ് നമ്മളൊരു ബൈ നാളത്തേക്ക് ഒരു പ്രോഗ്രാം നമ്മൾ എൻറ്റയർ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു by 9 to 10 o'clock ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓവറോൾ അത് മൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും. സെറമണിയിൽ നമുക്ക് ജാൻമണി ബിഗ് ബോസ് സീസൺ 6 മെയിൻ കണ്ടസ്റ്റന്റ് ഫെയിം കണ്ടസ്റ്റന്റും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമോണി ടീമും നമ്മുടെ അടുത്ത ജഡ്ജിങ് പാനൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് ഫേമസ് ആയ ഫോട്ടോഗ്രാഫേഴ്സ് ആയ നമുക്ക് രജി ഭാസ്കറും ഫേമസ് നമ്മുടെ കൊറിയോഗ്രാഫർ ഡാലു കൃഷ്ണനും നമ്മുടെ അതേ പ്രോഗ്രാം നമ്മുടെ ഒപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വേറെ ജഡ്ജസും ജഡ്ജിങ് പാനൽസും നമ്മുടെ പ്രോഗ്രാമിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഓവറോൾ പ്രോഗ്രാം വരുന്നത്. ഇതോടനുബന്ധിച്ച് ഓൾ കേരള അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഡോ മോഡലിംഗ് ഫാഷൻ അസോസിയേഷന്റെ സഹകരണത്തോടെ മലയാളി മംഗ മത്സരവും ഡിസൈനർ ഷോയും നടത്തുന്നു. പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജാൻമണി ദാസ്, പ്രശസ്ത ഫാഷൻ കൊറിയോഗ്രാഫർ ഡാലു കൃഷ്ണ, ബിഗ് ബോസ് താരങ്ങൾ, സാമൂഹിക സാംസ്കാരിക നായകന്മാർ, സിനിമാ താരങ്ങൾ, മുനിസിപ്പൽ കൗൺസിലർമാർ, വ്യാപാരി സംഘടനാ നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ, ഗ്രൂസ് ആൻഡ് മൂസ് ഡാൻസ് കമ്പനിയിലെ കലാകാരന്മാർ തുടങ്ങിയവർ അണിനിരക്കുന്ന കലാസന്ധ്യയും ഉണ്ടായിരിക്കും. രാവിലെ 10 മുതൽ വാഹന കമ്പനികളുടെ വെഹിക്കിൾ എക്സ്പോ, വിവിധ ബ്രാൻഡുകളുടെ പ്രദർശനവും നടക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ PNK അനിൽകുമാർ, ഡോക്ടർ പ്ലസ് ഡയറക്ടർ ഡോക്ടർ റോസൻ ചാക്കോ, ടൈംസ് എന്റർടൈൻമെന്റ്സ് അഡ്മിൻ ആര്യ സുരേഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ രക്ഷാധികാരി TN പ്രസന്നകുമാർ, വർക്കിംഗ് പ്രസിഡന്റ് സാലിയസ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായ നാസർ സൈറ, ഷെരീഫ് സർഗം, KP ശിവദാസ്, ജോസ് തോമസ് കളരിക്കൽ, സെക്രട്ടറിമാരായ ഷിയാസ് MP, ജഗൻ ജോർജ്, ലിജോൺസ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീസ് ഇരമല്ലൂർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ജില്ലാ ബ്ലോക്ക് മണ്ഡലം തല നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. നെല്ലിക്കുഴിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വിവിധ തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള 30 വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ്. കൂടാതെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനകാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിലേക്കായുള്ള ധനസമാഹരണത്തിനായിട്ടാണ് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തിയത്. ഏകദേശം 1500-ന് മുകളിൽ ഓർഡറുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീസ് ഇരമല്ലൂർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ, ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ, പരീദ് പട്ടമാവുടി, ഷൌക്കത്ത് പൂതയിൽ, ഇബ്രാഹിം ഇടയാലി, ജഹാസ് വട്ടക്കുടി, ബേസിൽ കൈനാട്ടുമറ്റം, നസീർ ഖാദർ, MM അബ്ദുൾ സലാം, മുഹമ്മദ് സാലിഹ്, ഷിയാസ് കൊട്ടാരം, അസ്ലം കബീർ, സലീം പേപ്പതി, നൌഫൽ കാപ്പുചാലി, അസീസ് മാമോളം, അനീർ മുഹമ്മദ് ആലക്കട, കാസിം പാണാട്ടിൽ, KB ഷമീർ, അൻസാർ ഓലിപ്പാറ, റഫീഖ് മരോട്ടിക്കൽ, ആഷ്മോൻ വട്ടക്കുടി, അജ്നാസ് ബാബു, ഷിനാജ് പുതുപ്പാലം, ഫായിസ് ഖാദർ, ഷിഹാബ് AK, റഫീഖ് പൂവത്തൂർ, സുമേഷ് ഇരമല്ലൂർ, അനീഷ് ഖാൻ, അസീസ് പാറപ്പാട്ട്, അസീസ് കൊട്ടാരം, നാസർ ചെക്കുംതാഴം, മുഹമ്മദ് നിഫാൽ, ഇർഫാൻ പാണാട്ടിൽ തുടങ്ങിയ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ജില്ലാ ബ്ലോക്ക് മണ്ഡലം തല നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ കലാ കായിക മേളകളുടെ ഉദ്ഘാടനം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇന്ത്യൻ സൈക്ലിസ്റ്റ് മഹിത മോഹനും ആൽബം ഫെയിം ഗോകുൽ കൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് രഘുനാഥ് S അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജീന അനിൽ ആശംസകൾ അറിയിച്ചു. പ്രിൻസിപ്പൽ സിന്ധുമോൾ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് ശ്രീജ B നന്ദിയും പറഞ്ഞു.
കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നതി പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന ജ്വല്ലറി മേക്കിംഗ് പരിശീലന പരിപാടി സമാപിച്ചു. 27ഓളം ആളുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. 30 തരം ഓർണമെന്റ്സ് നിർമ്മിക്കുന്നതിൽ പരിശീലനം നേടി. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിൽ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഉന്നതി. ഇതിന്റെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ 13 ദിവസമായി നടന്നുവന്ന ജ്വല്ലറി മേക്കിംഗ് പരിശീലന പരിപാടി സമാപിച്ചു. 13 ദിവസത്തെ കോസ്റ്റ്യൂം ജ്വല്ലറി ഉദ്യമി എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുട്ടികൾ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്ന മുഴുവനും. മാല, വള, കമ്മല്, ബ്രേസ്ലെറ്റ്, കൊലുസ്. പിന്നെ ഉള്ളത് നോർമൽ ജ്വല്ലറി ഉണ്ട്, ത്രെഡ് ജ്വല്ലറി ഉണ്ട്, ഫാബ്രിക് ജ്വല്ലറി ഉണ്ട്, ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. 13 ദിവസത്തെ ക്ലാസ്സിൽ 27 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇവരെല്ലാവരും സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന ഓർണമെന്റ്സുകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഇപ്പോഴത്തെ ട്രെൻഡുകളായിട്ട് വരുന്നത് ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ സെറ്റ് സാരിയുടെ കൂടെ ചെയ്യുന്ന ട്രെൻഡുകളായിട്ടുള്ള മാലകളാണ് ഇതൊക്കെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാലകളുണ്ട്, വലിയവർക്ക് വേണ്ടിയിട്ടുള്ള മാലകളുണ്ട്. ഇതിപ്പോൾ ഇവർ തന്നെ വിപണനത്തിലോട്ട് ഇറങ്ങുവാണ്. 27ഓളം പേർ പങ്കെടുത്ത പരിപാടിയിൽ 30ഓളം ഓർണമെന്റ്സ് നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകി. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉന്നതി എന്ന ഒരു പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 100 ദിവസം തൊഴിൽ ദിനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ശേഷി വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ഇതിന് മുമ്പും ബ്ലോക്ക് പഞ്ചായത്തിൽ 2 പരിപാടി നടത്തിയിരുന്നു. തയ്യൽ പരിശീലനം അന്ന് 35 കുട്ടികളുണ്ടായിരുന്നു. അതിൽ അവർ അവരൊരു സംരംഭകരായിട്ട് മാറിയിട്ടുണ്ട്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ RCT നടത്തുന്ന ഉന്നതി പരിശീലന പരിപാടിയുടെ ആഭരണ നിർമ്മാണ പരിശീലനം, അതിൻ്റെ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഈ പരിശീലന പരിപാടി 13 ദിവസമായിരുന്നു. 13 ദിവസത്തിൽ 10 ദിവസത്തെ ക്ലാസ് ഈ ആഭരണം നിർമ്മിക്കുന്ന ക്ലാസ്സുകളായിരുന്നു. അത് ഏറ്റവും വിജയകരമായി നമ്മളുടെ പരിശീലനാർത്ഥികൾ പൂർത്തീകരിച്ചുവെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും RCTയുടെ ഫാക്കൽറ്റിക്കാണ്. RSCTIയുടെ ഡൊമൈൻ സ്കിൽ ട്രെയിനർ ഗായത്രി ദേവി സ്കിൽ ട്രെയിനിങ്ങും ഡയറക്ടർ മുഹമ്മദ് അൻസാർ എന്റർപ്രണൽ ഡെവലപ്മെന്റിനെയും പറ്റിയുള്ള ക്ലാസുകൾ നയിച്ചു. സമാപന ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളും ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ചുങ്കം സെന്റ് ജോസഫ് UP സ്കൂളിൽ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരിശീലനത്തിന്റെ ഭാഗമായി ക്ലാസ്സിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സ്വയം പ്രതിരോധത്തിലൂടെ ഏത് സാഹചര്യവും നേരിടാൻ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രാഹിം പറഞ്ഞു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, അധ്യാപിക ഡ്യാനി ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ഉറക്കെ 200 പേരുണ്ട്. മക്കളെ ചവിട്ടില്ല. അടിച്ചോളം പുറകോട്ടാക്കണ്ട, ആറ്റിത്തോടിക്കാതെ
വീണ്ടും കമ്പിയെ പിടിച്ചു. ഇടുക്കി ജില്ലാ തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 38 കിലോഗ്രാം വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി ദേവനന്ദ ബാബു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ്. അടിമാലിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലാണ് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ദേവനന്ദ 1ാം സ്ഥാനവും നേടിയത്. ചിട്ടയായ പരിശീലനവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയുമാണ് വിജയം നേടാൻ സഹായകമായത് എന്ന് ദേവനന്ദ പറഞ്ഞു. ന്യൂസ് ഏജന്റ് കോടിക്കുളം കാവുങ്കൽ KM ബാബുവിന്റെയും അഞ്ജു ബാബുവിന്റെയും മകളാണ് ദേവനന്ദ. അടിമാലിയിൽ വെച്ച് നടന്ന ഇന്റർ സ്കൂൾ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്ന ഞങ്ങൾ വീട്ടുകാരുടെയും സ്കൂളിലെ അധ്യാപകരുടെയും ഞങ്ങളെ പഠിപ്പിക്കുന്ന മാഷുമാരുടെയും ഒരു പിന്തുണ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതിൽ ഞാൻ എൻ്റെ കുടുംബവും എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. ഒത്തിരി പ്രാക്ടീസും ഈവനിങ് ക്ലാസ്സും അങ്ങനെയെല്ലാം നടത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സന്തോഷം പങ്കിടാൻ കഴിയുന്നത്. സ്വർണ്ണ മെഡൽ നേടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇതിനു മുന്നേ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു ഞാൻ. ക്രിസ്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ കിട്ടുകയും ചെയ്തിരുന്നു. പീരുമേട് കോടതി ഹജൂർ കച്ചേരിയായിരുന്ന കാലത്ത് നടന്ന ഞായറാഴ്ച അവധി പ്രഖ്യാപനത്തിന് 130 വർഷം പഴക്കം. 1893 സ്ഥാപിതമായ പീരുമേട് ഹജൂർ കച്ചേരി ഇന്ന് പീരുമേട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. പുതിയ കോടതി സമുച്ചയത്തിന് അനുമതി ലഭിച്ചുവെങ്കിലും ചരിത്രമുറങ്ങുന്ന പഴയ കോടതി കെട്ടിടം അതേപടി നിലനിർത്തുവാനാണ് സർക്കാർ തീരുമാനം. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പീരുമേട് കോടതി ഹജൂർ കച്ചേരിയായിരുന്ന സമയത്ത് ഞായറാഴ്ച അവധി പ്രഖ്യാപനത്തിന് 130 വർഷങ്ങൾ പഴക്കം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ച പീരുമേട് താലൂക്ക് കച്ചേരിയായിരുന്നു പീരുമേട് കോടതി. ഹജൂർ കച്ചേരി ആയിരുന്നപ്പോഴുള്ള ഞായറാഴ്ച അവധി പ്രഖ്യാപനത്തിനാണ് 130 വർഷങ്ങൾ പിന്നിടുന്നത്. രാജഭരണകാലത്ത് തുടങ്ങിയ ആദ്യ ബ്രിട്ടീഷ് കോടതിയാണ് പീരുമേട്ടിലുള്ളത്. 1893 പീരുമേട് കോടതി സ്ഥാപിതമായത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പ്രധാന ഭരണ തീരുമാനങ്ങൾക്കും പീരുമേട് കോടതി വേദിയായി. സംസ്ഥാനത്തെ പേരുകേട്ടതും വിവാദവുമായ പല കേസുകളും തീർപ്പ് കൽപ്പിച്ചത് ഈ കച്ചേരിയിൽ വെച്ചായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതി പീരുമേട് കുട്ടിക്കാനത്തായിരുന്നു. അന്നത്തെ പീരുമേട് താലൂക്ക് കച്ചേരിയുടെ അധികാരപരിധി ചങ്ങനാശ്ശേരി റവന്യൂ ഡിവിഷന് കീഴിലുള്ള കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളത്തിന് ഒരു ഭാഗവും ഉൾപ്പെടുന്ന പ്രദേശങ്ങളായിരുന്നു. നാളുകൾക്ക് ശേഷമാണ് താലൂക്ക് കച്ചേരിക്ക് മാറ്റമുണ്ടായത്. 1905 താലൂക്ക് കച്ചേരി 2ആയി വിഭജിച്ചു. തഹസീൽദാർ മജിസ്ട്രേറ്റും ട്രൈബ്യൂണലുമായി മാറി. തഹസീൽദാർ മജിസ്ട്രേറ്റിന് പൂർണ്ണ അധികാരം. നിലവിലെ കോടതി കെട്ടിടത്തിൽ തന്നെയായിരുന്നു തഹസീൽദാർ മജിസ്ട്രേറ്റും പ്രവർത്തിച്ചിരുന്നത്. 1950 മജിസ്ട്രേറ്റ് വീണ്ടും വിഭജിച്ച് പീരുമേട് മജിസ്ട്രേറ്റ് കോടതിക്ക് രൂപം നൽകി. കോടതിയോട് അനുബന്ധിച്ച് 1905 പീരുമേട് പോലീസ് സ്റ്റേഷനും 1959 സബ് ജയിലും നിലവിൽ വന്നു. ഇപ്പോൾ മുൻസിഫ് കോടതിയാണ് പീരുമേട് കോടതി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ്, ഗ്രാമ ന്യായാലയ തുടങ്ങിയ കോടതികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാജപ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന പീരുമേട് കോടതി പഴയ പ്രതാപത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ ശംഖുമുദ്ര ഇപ്പോഴും കെട്ടിടത്തിന് മുമ്പിൽ ഉണ്ട്. പീരുമേട് കോടതിക്ക് പുതിയ കെട്ടിട സമുച്ചയം അനുവദിച്ചുവെങ്കിലും ചരിത്രം ഉറങ്ങുന്ന പഴയ കോടതി കെട്ടിടം അതേപടി നിലനിർത്തുവാനാണ് സർക്കാരിന്റെ തീരുമാനം. BBC ന്യൂസ്, പീരുമേട്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേന്ദ്ര ബജറ്റിലെ വയോജന അവഗണനയ്ക്കെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുതോണി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ വയോജന വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം PR പുഷ്പവലി ഉദ്ഘാടനം ചെയ്തു. SSCFWA ജില്ലാ സെക്രട്ടറി KG തങ്കച്ചൻ, വൈസ് പ്രസിഡന്റ് KR ജനാർദ്ദനൻ,
മേഖലാ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ്, വനിതാ ജില്ലാ കൺവീനർ LC ജോൺ, ജില്ലാ ട്രഷറർ VN സുഭാഷ്, മേഖലാ സെക്രട്ടറി CM തങ്കരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റായി സുനിൽ വഴുതലക്കാട്ടലിനെയും സെക്രട്ടറിയായി ജോബി ചെറിയാനെയും തിരഞ്ഞെടുത്തു. തൊടുപുഴയിൽ കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ആൻഡ് വെഡ്ഡിംഗ് സെന്റർ ഇത്തവണയും ഓണത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവും ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുമായി ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലെ മില്ലുകളിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞ 25 വർഷത്തിൽ അധികമായി പ്രവർത്തിച്ചു വരുന്ന വിശ്വസ്ത സ്ഥാപനമാണ്. തൊടുപുഴയിൽ കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ആൻഡ് വെഡ്ഡിംഗ് സെന്റർ ഇത്തവണയും ഓണത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവും ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുമായി ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലെ മില്ലുകളിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞ 25 വർഷങ്ങളിലധികമായി പ്രവർത്തിച്ചു വരുന്ന വിശ്വസ്ത സ്ഥാപനമാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ആൻഡ് വെഡ്ഡിംഗ് സെന്റർ. ഈ ഓണത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും മറ്റു തുണിത്തരങ്ങളും ഒന്ന് വാങ്ങുമ്പോൾ അതേ വിലയുള്ള മറ്റൊന്ന് സമ്മാനമായി നൽകുന്നു. 2 കോട്ടൺ ബെഡ്ഷീറ്റ് 198 രൂപ മുതൽ, 2 ജയ്പൂർ കോട്ടൺ ബെഡ്ഷീറ്റ് ഡബിൾ 298 രൂപ മുതൽ, 2 കോട്ടൺ ബെഡ്ഷീറ്റ് ഫാമിലി വിത്ത് പില്ലോ 698 രൂപ, 2 കോട്ടൺ ചുരിദാർ സെറ്റ് 798 രൂപ, 2 കോട്ടൺ ഷർട്ട് 498, 2 ലോങ് ഫിറ്റ് ഷർട്ട് 498, 2 ജീൻസ് 798 രൂപ, 2 കാർഗോ ജോഗർ 998 രൂപ, 2 സിഗരറ്റ് പാൻറ് 398 രൂപ, 2 റയോൺ കുർത്തി 298 രൂപ, 2 കോട്ടൺ കുർത്തി 398 രൂപ, 2 ഫാൻസി ടോപ്പ് 498, 2 കോട്ടൺ ഷർട്ട് 498, 2 ഡബിൾ മുണ്ട് 398, 2 ബാംഗ്ലൂർ സിൽക്ക് സാരി 498, 2 ജൂട്ട് സിൽക്ക് സാരി 498, 2 സോഫ്റ്റ് സിൽക്ക് സാരി 998 രൂപ, 2 കോട്ടൺ ചുരിദാർ സെറ്റ് 798 രൂപ, 2 വിചിത്ര സിൽക്ക് ചുരിദാർ സെറ്റ് 998 എന്നീ വിലകളിൽ കോംബോ ആയും, കൂടാതെ ഫ്രോക്ക് 249 മുതൽ, കോട്ടൺ പാവാട 79 മുതൽ, നൈറ്റി പീസ് 129 മുതൽ, നൈറ്റി 99 മുതൽ, വണ്ണപ്പുറം നൈറ്റി 199 മുതൽ, നൈറ്റി 99 മുതൽ, കോട്ടൺ നൈറ്റി 149 രൂപ മുതലും ലഭിക്കുന്നു. നിങ്ങൾ അഫോർഡബിൾ ആയ ഒരു റേറ്റിലുള്ള ഡ്രസ്സസ് ഒക്കെയാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് സ്റ്റൈലിലേക്ക് വരാം. ഓണത്തിനായിട്ട് ഒരുപാട് കോംബോ ഓഫേഴ്സ് എല്ലാം ഫുഡ് സ്റ്റൈലിലുണ്ട്. പിന്നെ എക്സ്പെഷ്യലി കസ്റ്റമർ സർവീസ്, നല്ല കസ്റ്റമർ സർവീസാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ നിങ്ങൾക്കും ഇതേ കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓണത്തിന് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അണിഞ്ഞൊരുങ്ങുവാൻ കമനീയ വസ്ത്രങ്ങളുടെ അതിവിപുല ശേഖരവും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവുമായി ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് ആൻഡ് വെഡ്ഡിംഗ് സെന്റർ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൽ ഓണത്തോടനുബന്ധിച്ച് നിരവധിയായ ഓഫറുകളും വിലക്കുറവുകളും ഡിസ്കൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ 1/get 1 ഫ്രീയിലാണ് എല്ലാ ഐറ്റംസും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിൽ 798 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ വിചിത്ര സിൽക്കിലുള്ള ചുരിദാർ സെറ്റുകളാണെങ്കിൽ 998 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ സാരികൾ, സോഫ്റ്റ് സിൽക്ക് സാരി 998 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡബിൾ മുണ്ടുകൾ 398 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ ഷോളുകൾ 88 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ ഷർട്ടുകൾ 498 രൂപ മുതൽ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബെഡ്ഷീറ്റുകൾ ഡബിള് 298 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. ഫാമിലി കോട്ട് 398 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ കുർത്തികൾ, ലേഡീസിൻ്റെ കുർത്തികൾ, കോട്ടൺ കുർത്തികൾ ഇത് 398 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ ഫാൻസി കുർത്തികളുണ്ട് 798 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. ഓവർകോട്ടൊക്കെയുള്ള മോഡലാണ്, ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ ലേഡീസിൻ്റെ ഷർട്ടുകൾ 498 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ സിഗരറ്റ് ബാൻഡുകളുണ്ട് 398 രൂപയ്ക്ക് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതുപോലെ നിരവധിയായ ഓഫറുകൾ ഓണം വരെ നമുക്ക് റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കസ്റ്റമറെയും ഓണത്തോടനുബന്ധിച്ച് സ്വാഗതം ചെയ്യുന്നു.
പൂമാല ഗവൺമെന്റ് ട്രൈബൽ NSS യൂണിറ്റ് തൊടുപുഴയുടെ സഹകരണത്തോടുകൂടി രക്തധ്യാന ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ അഭിലാഷ് രാജൻ ഉദ്ഘാടനം ചെയ്തു. 50ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നൽകി. പ്രിൻസിപ്പൽ ദീപ ജോസ്, NSS കോർഡിനേറ്റർ സിമിമോൾ VG, റെന്നി വർഗീസ്, NSS വോളണ്ടിയേഴ്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. മറയൂർ മധുരം ശർക്കര വിപണിയിലേക്ക് മന്ത്രി OR കേളു വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷനും ടൈംസ് എന്റർടൈൻമെന്റും ചേർന്ന് സെപ്റ്റംബർ 1 തൊടുപുഴ ഉത്തരം റീജൻസി കൺവെൻഷൻ സെന്ററിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നതി പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി വന്നിരുന്ന ജ്വല്ലറി മേക്കിംഗ് പരിശീലന പരിപാടി സമാപിച്ചു. ഇടുക്കി ജില്ലാ തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 38 കിലോഗ്രാം വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി ദേവനന്ദ ബാബു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.